കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് പാമ്പനാറിന് സമീപത്തെ വലിയ വളവ് വാഹന ഡ്രൈവർമാർക്കും കാൽനട യാത്രികർക്കും അപകടക്കെണിയായി മാറുന്നു. കഴിഞ്ഞ നാളിൽ KSRTC ബസ് ഈ വളവിൽ നിയന്ത്രണം നഷ്ടമായി കാൽനട യാത്രികനെ ഇടിച്ചിരുന്നു. ഈ അപകടത്തിൽ കാൽനട യാത്രികൻ മരണപ്പെട്ടിരുന്നു. ഈ ഭാഗത്തെ അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. ഈ പാതയിലെ പാമ്പനാർ ടൗണിന് സമീപത്തെ വളവ് അപകടക്കെണിയായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച അപകടം KSRTC ബസ് നിയന്ത്രണം നഷ്ടമായി കാൽനട യാത്രികനെ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ച സംഭവമാണ്. ഈ ഭാഗത്ത് അപകട സൂചനാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ വളവിൽ റോഡരികിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനു ചുറ്റും കാടുപടലങ്ങൾ വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. ഇതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന കാൽനട യാത്രികരെയോ വാഹനങ്ങളെയോ ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ട്. കൂടാതെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നത് പാമ്പനാർ പള്ളി വളവിലാണ്. ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു KSRTC ബസ് ഇടിച്ചു ഒരാൾ മരണപ്പെട്ടു. ഇതിന് കാരണം അപകട സൂചന ബോർഡുകളൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു അപകട സൂചന ബോർഡ് ഒരെണ്ണം സ്ഥാപിച്ചാൽ നമുക്ക് കുറേ അപകടങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. നിലവിൽ കാൽനട യാത്രികർ അടക്കം ഭയപ്പോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ കടന്നു പോകുന്ന പാത കൂടിയാണിത്. ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മേഖലയിൽ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.